ഹലോ വെൽക്കം ടു ഡേ 52 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാൻ ഓർത്ത് നാട്ടിലൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ സെറ്റ് ആവുമെന്ന് വിചാരിച്ചു. ഇവിടെ ഓരോ ദിവസം പ്രതി ദിവസം തണുപ്പ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ രാവിലെ എണീറ്റ് എൻ്റെ ലഞ്ച് പ്രൊപ്പൊക്കെ കഴിഞ്ഞു. എൻ്റെ പ്രീ വർക്കൗട്ട് സ്മൂതി ആയിട്ട് ഞാൻ ഓട്സ് ആണ് കഴിച്ചത്. എന്നിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോയി ഉണ്ണിക്കുട്ടിക്ക് ടാറ്റൊക്കെ പറഞ്ഞു. നമുക്ക് ആംസും ആബ്സും ആയിരുന്നു കേട്ടോ. യൂഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആംസ് അല്ലെങ്കിൽ ട്രൈസ് ആൻഡ് ബൈസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഞാനത് പയ്യെ എൻജോയ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ ആംസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതൊരു സന്തോഷം. പിന്നെ നമ്മൾ മുന്നത്തേക്കാളും കൂടുതൽ വെയിറ്റ്സ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അതിനേക്കാളും വലിയ സന്തോഷം. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെയിറ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മൊത്തത്തിലെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ആംസും ആപ്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് ആയിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പ്ലാങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് കേൾക്കണത്, എന്താണ് ഹെഡ്സെറ്റിൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഓൺലൈൻ ട്രെയിനിങ് ആണ് എടുക്കുന്നത്. മല്ലു കോമ്പസ് എന്ന് പറഞ്ഞ ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സസ് നമുക്ക് ലൈവായിട്ട് വൺ ഓൺ വൺ അല്ല, ഗ്രൂപ്പ് ക്ലാസ്സസ് ആണ്. പക്ഷേ നല്ല അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്ലാസ് ആണ് നമുക്ക് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അവരെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ടീമാണ്. ഞാൻ സെപ്റ്റംബർ തൊട്ട് അവരുടെ കൂടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. സോ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ യൂഷ്വൽ റൂട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു ചായ കുടിച്ചിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. ഇന്ന് സ്റ്റുഡിയോയിൽ അത് കുറച്ചധികം പണിയുണ്ട്. എപ്പോഴും ഉച്ച കഴിയുമ്പോഴത്തേക്കും കുറച്ച് മടി പിടിച്ചു പോകണം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നു, തണുപ്പൊക്കെയാണ്. രാവിലെ പോയിട്ട് ഒരു 2:15 വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു വന്ന് ലഞ്ച് കഴിക്കുന്നത്. ഇന്നും കിരണിൻ്റെ വക സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷൂട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും കാര്യത്തിനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വൈകുന്നേരം വീണ്ടും ഗ്രോസറി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കളറിംഗ് ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഡേറ്റ് ഭയങ്കര കളറിങ്. വന്നതിന് ശേഷം ഞാൻ എൻ്റെ 1 hour വാക്കിന് പോയി. ആൻഡ് ഓൾസോ എൻ്റെ സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജേർണലിങ് ചെയ്തു കേട്ടോ. ജേർണലിങ്ങിനെക്കാളും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറടിയാണ്. ഒരു കളറി മെയിനായിട്ട് ഞാൻ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളറിംഗ് ബുക്സും സ്കെച്ചസൊക്കെ വാങ്ങിച്ചത്. ആൻഡ് ഇറ്റ് ഇസ് സോ ഗുഡ്. എൻ്റെ കണ്ണിന് കുറേ സ്ട്രെയിൻ കുറഞ്ഞതും അതെനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് കളർ ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഗ്രസ് വീഡിയോ ആൻഡ് വി കംപ്ലീറ്റഡ് ഡേ 52. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ.